ഞാനിന്ന് യാദൃച്ഛികമായിട്ട് എനിക്ക് കിട്ടിയ ഒരു പ്രാർത്ഥനയാണ്. ധന്യന്മാർ ഇവാനിയോസ് തിരുമേനി ദിവസവും ചൊല്ലിയിരുന്ന ഒരു പ്രാർത്ഥന. നിങ്ങൾക്കറിയാവോ? കുറച്ചു പേർക്ക് അറിയാമായിരിക്കും, കുറച്ചു പേർക്ക് അറിയില്ലായിരിക്കും. കണ്ടപ്പോൾ എനിക്ക് വളരെ സുന്ദരമായിട്ട് തോന്നി. അതൊന്ന് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാലോ? തുടങ്ങുന്ന സമയത്ത് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങുന്ന നല്ലതായിരിക്കും. നല്ല മനോഹരമായ പ്രാർത്ഥന. വിശുദ്ധ ഫ്രാൻസിസ് സാലസിന്റെ മനോഹരമായ ഇതുപോലൊരു പ്രാർത്ഥനയുണ്ട്. അത് ഞങ്ങൾ എല്ലാ ദിവസവും ചെല്ലുന്നുണ്ട്. ഞാനത് വായിച്ചപ്പോൾ എനിക്ക് അതുപോലെ തന്നെ സുന്ദരമായൊരു പ്രാർത്ഥനയായിട്ട് തോന്നി. അതുകൊണ്ട് ഞാനത് കോപ്പി എടുത്തിട്ടുണ്ട്. എല്ലാ ദിവസവും ഏതെങ്കിലും സമയത്തൊക്കെ ചൊല്ലാൻ ആ പ്രാർത്ഥന നല്ലതാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലിത്തരാം. നിങ്ങളോട് എന്നോടൊപ്പം ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കണം. ഓക്കെ? ഓക്കെ ആണോ? കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. എന്നാ ഒരുമിച്ച് ചൊല്ലുക. ദൈവമേ, ഞങ്ങൾ നിന്റേതാകുന്നു. നിനക്കായി ഞങ്ങൾ വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ഹിതം പോലെ ഉപയോഗിക്കുവാനായിട്ട് ഞങ്ങൾ നിനക്കായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. സ്നേഹമേറിയ പിതാവേ, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും നിന്നെ സ്നേഹിപ്പാൻ ഞങ്ങളെ അഭ്യസിപ്പിക്കണമേ. സ്വാർത്ഥപരമായ ചിന്തകൾ അശേഷം വെടിഞ്ഞ് ഞങ്ങളെ തന്നെ നിനക്ക് തരുവാൻ അഭ്യസിപ്പിക്കണമേ. നീ ആഗ്രഹിക്കുന്ന പ്രകാരം നിന്നെ സേവിപ്പാൻ ഞങ്ങളെ അഭ്യസിപ്പിക്കണമേ. എത്ര മുറിവുകളേറ്റാലും അവയെ കൂട്ടാക്കാതെ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ഞങ്ങളെ അഭ്യസിപ്പിക്കണമേ. എന്ത് ചെലവ് വരുമെന്ന് കണക്കാക്കി നോക്കാതെ നിനക്ക് തരുന്നതിന് ഞങ്ങളെ അഭ്യസിപ്പിക്കണമേ. നിന്റെ തിരുവിഷ്ടം ഞങ്ങൾ ചെയ്യുന്നു എന്നറിയുന്നത് തന്നെ ഞങ്ങൾക്കുള്ള പ്രതിഫലമായിരിക്കട്ടെ. നിന്റെ അളവറ്റ സ്നേഹത്തിൽ നീ ഞങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ള ജീവിതം നയിച്ച് നിന്നെ സ്നേഹിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ, 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 ആമേൻ. സുന്ദരമായൊരു പ്രാർത്ഥനയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഈ പ്രാർത്ഥന വേണമെങ്കിൽ ഇന്നത്തെ ശുശ്രൂഷയുടെ ലൈവ് ഇട്ട് കേട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് എഴുതി വെച്ച് എവിടെയെങ്കിലും പേപ്പറിലോ നിങ്ങളുടെ ബുക്കിലോ ഡയറിയിലോ ഒക്കെ എഴുതി വെച്ചിട്ട് എല്ലാ ദിവസവും ചൊല്ലി പ്രാർത്ഥിക്കാൻ പറ്റുന്ന സുന്ദരമായൊരു പ്രാർത്ഥനയാണ്. നമ്മളെ മുഴുവനും ദൈവസ്നേഹത്തിൽ സമർപ്പിക്കുന്ന ആ സ്നേഹത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തെ അഭ്യസിപ്പിക്കാനുള്ള ഒരു പ്രാർത്ഥനയാണ്. എന്നിട്ട് ഒരു വാക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതെന്നറിയാമോ? എത്ര മുറിവുകൾ ഏറ്റാലും അവയെ കൂട്ടാക്കാതെ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ഞങ്ങളെ അഭ്യസിപ്പിക്കണമേ. ചിലരുടെയൊക്കെ ജീവിതം മുഴുവൻ മുറിവാ. രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം വരെ മുറിവേറ്റാണ് ജീവിക്കുന്നത്. ആ ദിവസത്തിന്റെ മുറിവ് മാത്രമല്ല, ഇന്നലെയുടെ, മിനിഞ്ഞാന്നിന്റെ, കഴിഞ്ഞ കാലഘട്ടങ്ങളുടെ മുഴുവനും കുഞ്ഞുനാള് മുതൽ ഇന്നോളം കടന്നുപോയ ജീവിച്ചു തീർത്ത ജീവിതത്തിന്റെ ഏടുകളിൽ ഏറ്റെടുക്കേണ്ടി വന്ന മനസ്സിനെ, ജീവിതത്തെ വല്ലാതെ തകർത്ത് കളഞ്ഞ ചില മുറിവേറ്റ അനുഭവങ്ങൾ ഇന്നും കൊണ്ടു നടന്നിട്ട് യുദ്ധം ചെയ്യാൻ ശക്തിയില്ലാത്തവരായി മാറി. ഉണ്ടായിരുന്ന ബലമൊക്കെ നഷ്ടപ്പെട്ടു. ഇപ്പൊ ബലമില്ലാത്തവരായിട്ട് മാറി. അതുകൊണ്ട് ഒരു സ്പിരിച്വൽ വാർഫെയർ, ആത്മീയ യുദ്ധത്തിന് ശക്തിയില്ലാത്തവരായി തീർന്നു. കാരണം എന്താ? ഇന്നും മനസ്സിന് മുറിവേറ്റ് കഴിഞ്ഞുകൊണ്ടിരിക്കുക. സൗഖ്യമില്ലാത്തവരായി അനേകം നാളുകളായി രോഗാതുരമായ ജീവിതം നയിക്കുന്നത് കൊണ്ട് ഇന്ന് മനസ്സിന്റെ ബലം പോയി, മുറിവേറ്റ മനസ്സാ. അതുകൊണ്ട് ശത്രുവിനെതിരെയുള്ള പോരാട്ടത്തിൽ വിജയം വരിക്കാൻ പറ്റണില്ല. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ഈ മുറിവേറ്റ മനസ്സിൽ അനേകം നാളുകള് ആ മുറിവുമായി ഒരു ജീവിതം തന്റെ ജീവിതത്തെ തള്ളി നീക്കിയാൽ ആ മുറിവ് പിശാചിന് ഒളിച്ചിരിക്കാനുള്ള
ആധിപത്യം ഉറപ്പിക്കാനുള്ള അവന്റെ ഒളിത്താവളമായിട്ട് രൂപാന്തരപ്പെടും. പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങളെ കുറിച്ച് വ്യക്തത വേണം. എനിക്ക് തോന്നുന്നു ഈ മാർ ഇവാനിയോസ് തിരുമേനിക്ക് അതേക്കുറിച്ച് വളരെ ആഴമായ വ്യക്തതയുണ്ടായിരുന്നു, അറിവുണ്ടായിരുന്നു, ജ്ഞാനമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തിരുമേനി തന്റെ പ്രാർത്ഥന എല്ലാ ദിവസത്തെ പ്രാർത്ഥനയിൽ എഴുതി വെച്ചിരിക്കുക, കർത്താവേ, ഞങ്ങൾക്ക് എത്ര മുറിവേറ്റാലും അവയെ കൂട്ടാക്കാതെ നിന്നെ സ്നേഹിക്കാൻ, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ഞങ്ങളെ അഭ്യസിപ്പിക്കണമേ. ഒരു ശക്തമേറിയ പ്രാർത്ഥനയാണെന്നറിയാമോ? അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ.